ഏതാണ്ട് 2.5 വർഷം മുമ്പാണ് ലയണൽ മെസ്സി ഇന്റർ മിയാമിയിലേക്ക് പോയത്. ആ സാഹചര്യത്തിൽ ലീഗിലെ ഏറ്റവും മോശം ടീം ഇന്റർ മിയാമി ആയിരുന്നു. അവർ കിരീടം നേടും എന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കുമില്ലായിരുന്നു. ഇത്ര ദുരിതപൂർണമായ ഒരു ക്ലബ്ബിലേക്ക് ലയണൽ മെസ്സി പലായനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയറിന്റെ അന്ത്യമാണ് എന്ന് എല്ലാവരും കരുതി. ഇനി ഒരിക്കലും നമുക്ക് കപ്പുമായി വിജയഭേരി മുഴക്കി ആഘോഷിച്ചു വരുന്ന ലയണൽ മെസ്സി എന്ന ഇതിഹാസ പുരുഷനെ കാണാൻ കഴിയില്ല എന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചു. ലയണൽ മെസ്സി എന്ന ഇതിഹാസം ഫേഡഡായി പോകാൻ തുടങ്ങുകയാണ് എന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചു. പക്ഷേ നടന്നത് നേരെ മറിച്ചായിരുന്നു. ഇന്റർ മിയാമിയിലേക്ക് എത്തിയ ലയണൽ മെസ്സി അവിടെ പുതിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു. ലീഗിൽ എന്നും പടിക്ക് പുറത്ത് നിന്നിരുന്ന ഇന്റർ മിയാമിയെ കൊണ്ട് നിരന്തരം കിരീടങ്ങളിൽ മുത്തമിടിവിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞു. US ഓപ്പൺ കപ്പ് നേടി, സപ്പോർട്ടർ ഷീൽഡ് നേടി, ഏറ്റവും ഒടുവിൽ മേജർ ലീഗ് സോക്കർ ലീഗ് കിരീടം കൂടി നേടാൻ ലയണൽ മെസ്സിക്കും സംഘത്തിനും കഴിഞ്ഞു. ഒന്നുമില്ലാതിരുന്ന ഫുട്ബോൾ ഭൂപടത്തിൽ എങ്ങുമില്ലാതിരുന്ന ഈ ഒരു ടീമിനെ എടുത്ത് ഭൂപടത്തിൽ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ആദ്യമായിട്ട് ഒരു അമേരിക്കൻ ടീം യുവേഫ ചാമ്പ്യൻസ് ലീഗ് നേടിയ ഒരു യൂറോപ്യൻ ടീമിനെ പരാജയപ്പെടുത്തുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. പോർട്ടോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്റർ മിയാമി വിജയം ആഘോഷിക്കുമ്പോൾ അത് ഫുട്ബോളിൻ്റെ ഇതുവരെ ഇല്ലാത്ത വിധം ഒരു ചരിത്രത്തിൻ്റെ എഴുതിച്ചേർക്കലായിരുന്നു. ലയണൽ മെസ്സി എന്ന മനുഷ്യൻ തനിക്ക് ചുറ്റും ഒരു സാമ്രാജ്യവും സിസ്റ്റവും എപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നു. പഴയ മിനി ബാസയായി അത് മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. തൻ്റെ സിസ്റ്റം അയാൾ വളർത്തിയെടുത്ത് തൻ്റേതായ ദിവസങ്ങളിൽ ഇന്ദ്രജാലങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ലയണൽ മെസ്സിയുടെ പ്രകടനപരതയെ പ്രായം തളർത്തി തുടങ്ങിയിട്ടുണ്ടോ എന്ന് പലരും ശങ്കിക്കുന്നുണ്ടായിരിക്കും. കാരണം 90 മിനിറ്റുകളിലേക്കൊക്കെ എത്തുമ്പോൾ ലയണൽ മെസ്സി ക്ഷീണിതനാവുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും തൻ്റെ സാമ്രാജ്യത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എവിടെയും ഇല്ലാതിരുന്ന ഫുട്ബോൾ ഭൂപടത്തിൽ എവിടെയും ഇല്ലാതിരുന്ന രാജ്യത്തിനെ ഒരു ഭൂപടത്തിലേക്ക് പറിച്ചു നടുവാൻ ലയണൽ മെസ്സി എന്ന മനുഷ്യനും അയാളുടെ ഇന്റർ മിയാമിക്കും കഴിയുമെങ്കിൽ ഇയാൾ ചരിത്രത്തിലെ ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി എന്നൊക്കെ പറയാം. ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ അണിയുന്ന താരം വേറെ ആരും ആയിരിക്കില്ല, അത് ലയണൽ മെസ്സി തന്നെയാണ്. എല്ലാ വിധിയെഴുത്തുകൾക്കും അപ്പുറത്ത് അജയ്യനായി ലയണൽ മെസ്സി തലയുയർത്തി നിൽക്കുകയാണ്.